ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് സദ്യയിലെ ഏറ്റവും സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റിയ ഒരു വിഭവത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. മറ്റൊന്നുമല്ല, ഓലനാണ് കേട്ടോ. വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കിയെടുക്കാം. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം മതി ഇത് തയ്യാറാക്കാനായിട്ട്. അപ്പോൾ എങ്ങനെ തയ്യാറാക്കിയിരിക്കുന്നത് നമുക്കൊന്ന് കണ്ടു നോക്കാം. ഇതിനായിട്ട് ഒരു 250 ഗ്രാം കുമ്പളങ്ങയാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ഒരു അരക്കപ്പ് വൻപയറൊന്ന് കുതിർത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു 5-6 പച്ചമുളക് എടുത്തിട്ടുണ്ട്. എരിവിന് ആവശ്യമായ പച്ചമുളക് കൂടി എടുക്കുക. അതിനുശേഷം കുമ്പളങ്ങ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനോടൊപ്പം തന്നെ നമ്മൾ കീറി വെച്ചിരിക്കുന്ന പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും ആവശ്യത്തിന് ഉപ്പും ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഒരു മുറി തേങ്ങയുടെ 1-ാം പാലും 2-ാം പാലും ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതിൽ 2-ാം പാൽ ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. 1 കപ്പ് 2-ാം പാലുണ്ട്, അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കൊന്ന് വേകാനായിട്ട് മൂടി വെച്ച് കൊടുക്കാം. വളരെ എളുപ്പമാണ് കേട്ടോ ഈ കറി തയ്യാറാക്കാനായിട്ട്. അതുപോലെ തന്നെ വളരെ ടേസ്റ്റിയുമാണ് ഈ കറി. മൂടി വെച്ച് കൊടുത്തിട്ട് ഒരു 5 മിനിറ്റോളം കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ കുമ്പളങ്ങയൊക്കെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഞാനൊന്ന് ഞെക്കി നോക്കി, അപ്പോൾ വെന്ത് വന്നിട്ടുണ്ട്, ഉടഞ്ഞ് വരുന്നുണ്ട്. ഈ സമയത്ത് ആ സ്പൂൺ കൊണ്ട് ഒന്നുകൂടി ഒന്ന് ഉടച്ചു കൊടുക്കാം. കുറച്ചൊന്ന് ഉടച്ചു കൊടുക്കാം. അതിനുശേഷം നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന വൻപയറുണ്ടല്ലോ, അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് ഒന്നും കൂടെ ഒന്ന് മൂടി വെച്ച് കൊടുക്കാം കേട്ടോ. ആ വൻപയറും കുമ്പളങ്ങയും കൂടെ ഒന്ന് മിക്സ് ആവണം, അതിൻ്റെ ടേസ്റ്റൊക്കെ ഒന്ന് പിടിക്കണം. അപ്പോൾ അതുകൊണ്ട് 2-3 മിനിറ്റ് കൂടെ ഒന്ന് മൂടി വെച്ച് ഒന്ന് തിളപ്പിച്ചെടുക്കാം. നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. അപ്പോൾ മൂടി വെച്ചിട്ട് 2-3 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ കുമ്പളങ്ങയും പയറും ഒക്കെ ഒന്ന് മിക്സായി വന്നിട്ടുണ്ട്, ഒന്ന് വറ്റി വന്നിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ഞാൻ സ്റ്റൗ അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി ഇതിൻ്റെ ചൂടൊക്കെ ഒന്ന് കുറഞ്ഞതിന് ശേഷം നമുക്കിതിലേക്ക് 1-ാം പാൽ ചേർത്ത് കൊടുക്കണം. ഞാൻ സ്റ്റൗ ഓഫ് ചെയ്ത് 1-2 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ പാൽ ചേർത്ത് കൊടുത്തു. നല്ല കട്ടിയുള്ള 1-ാം പാലാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി ഇതൊന്ന് മിക്സ് ചെയ്യാം. സ്റ്റൗ ഓഫ് ചെയ്തിരിക്കുകയാണ്. ഇനി അത് ഓണാക്കേണ്ട കാര്യമില്ല. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് കൊടുക്കാം. അത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ടുള്ളൊരു കറിയാണിത്. നല്ലൊരു മണവും നല്ലൊരു ടേസ്റ്റും ഒക്കെയാണ് കേട്ടോ ഈ കറിക്ക്. ഇനി ഇതിൽ ഈ പാത്രത്തിലിരുന്ന് തന്നെ ഇതൊന്ന് കുറച്ചും കൂടെ കുറുകി വരുന്നതായിരിക്കും. അപ്പോൾ ഈ പ്രാവശ്യത്തെ ഓണത്തിന് എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതോടൊപ്പം തന്നെ ഹൈപ്പ് പിടിച്ച്. ഓക്കെ, താങ്ക് യു.